മലപ്പുറത്ത് കൂടിയായിരുന്നു ഇന്നത്തെ യാത്ര മുഴുവൻ. സ്വാഭാവികമായി മലപ്പുറത്ത് കൂടി സഞ്ചരിച്ചപ്പോൾ ഓണക്കാലമായതുകൊണ്ടുകൂടി നമ്മൾ പരിസരം ശ്രദ്ധിക്കുകയും ചുറ്റുപാടുകൾ നോക്കുകയും സ്വാഭാവികമാണ്. എന്നെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഇത്രമേൽ വൈബോടുകൂടി ഓണത്തിനൊരുങ്ങുന്ന കുട്ടികളെ ഞാൻ വേറെങ്ങും കണ്ടിട്ടില്ല എന്നതാണൊരു സത്യം. ചിലപ്പോൾ ഇപ്പോൾ സ്കൂളുകൾ നിറയെ കുട്ടികൾ ഉള്ളതുപോലും ഈ ജില്ലയിലായതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. ആൺകുട്ടികളും പെൺകുട്ടികളുമെല്ലാം പ്രത്യേകതരം വസ്ത്രങ്ങളിൽ ഒരുങ്ങി, തട്ടമിടുന്ന കുട്ടികൾ തട്ടമിട്ടുകൊണ്ട് തന്നെ വളരെ മനോഹരമായി സെറ്റ് സാരി ഉടുത്ത്, ആൺകുട്ടികളാകട്ടെ കളർ കോഡിൽ മുണ്ടും പല സ്റ്റൈലിലുള്ള ഷർട്ടുകളും ഇട്ട് നിറഞ്ഞങ്ങോട്ട് പോവുകയാണ്. ഞാൻ യാത്രയ്ക്കിടയിൽ പലപ്പോഴും നസീഫിനോടും കൈസിനോടും ഒക്കെ പറഞ്ഞു, എവിടെയെങ്കിലും നിന്ന് കുറച്ച് വിഷ്വൽസ് എടുത്തായിരുന്നെങ്കിൽ ഇതൊന്ന് പറയാമായിരുന്നു. അങ്ങനെ പറയേണ്ടി വരുന്നത് വേറൊന്നും കൊണ്ടല്ല, ഓണം ആഘോഷിപ്പിക്കുന്നില്ല, ഓണത്തിനെ എതിർക്കുന്നു, ഓണത്തെ അംഗീകരിക്കുന്നില്ല, ശ്വാസം മുട്ടിയിട്ട് മലപ്പുറത്ത് ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത്രമേൽ ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയും ശ്വാസമെടുക്കുന്ന പുതിയ തലമുറയും മനുഷ്യരും വേറൊരു ജില്ലയിലും ഉണ്ടാവില്ല. അത്ര ജീവസുറ്റതാണ് ഈ ജില്ല. അങ്ങനെ പോയപ്പോഴാണ് വൈകിട്ട് ഒരു സ്കൂളിൽ നിന്ന് ഓണാഘോഷവുമൊക്കെ കഴിഞ്ഞു വരുന്ന ചില മക്കളെ കാണാനിടയായത്. അവരോട് വെറുതെ സംസാരിച്ചു. കേൾക്കാം അവരുടെ മറുപടികൾ. ഇത് ജെൻസികളുടെ കാലാണ്. ജെൻസികൾ തെറ്റിനെതിരെ മാത്രം പ്രവർത്തിക്കുള്ളൂ, അല്ലാതെ നാട്ടുകാർ പറയുന്ന പോലെ അത്ര കുരുത്തം കെട്ട ടീംസ് ഒന്നല്ല. ഞങ്ങൾ തെറ്റ് കണ്ടാൽ ഞങ്ങൾ പ്രതിരോധിക്കും. പക്ഷെ അങ്ങനെയല്ല, ജെൻസികൾ വാഴുന്നല്ല, ചില തെറ്റിനെതിരെ ഇപ്പൊ നമ്മളിങ്ങനെ സാർ പറഞ്ഞല്ലോ, മതത്തിനെതിരെ മുസ്ലിം കുട്ടികൾക്ക് ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു എന്നുള്ളത്. എന്നാ അങ്ങനെയല്ല, ഇപ്പത്തെ കാലഘട്ടത്തിൽ മതത്തിന്റെ പേരും പറഞ്ഞുകാണ്ട് മാറ്റി നിർത്തപ്പെടാൻ ജെൻസികൾ സമ്മതിക്കൂല. അതിനെതിരെ ശബ്ദം ഉയർത്താൻ എന്താ പറയാ കാരണന്മാര്, അതേപോലെ ഈ നാട്ടുകാരെന്ത് സംസാരിക്കും എന്നുള്ളതിനെ കുറിച്ച് വ്യാകുലതപ്പെടാത്ത ഒരു സമൂഹമാണ് ഇപ്പൊ നിലവിലുള്ളത്. വിശ്വാസം ഉണ്ട്, അത് നമ്മൾ ഓരോരോ ഇൻഡിവിജ്വലിനെ വിശ്വസിക്കുന്നു, അതേപോലെ മറ്റു മതങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഫെസ്റ്റിവൽസും മതവും തമ്മിൽ ബന്ധമൊന്നുമില്ല. നമ്മൾ കേരളത്തിലാണോ അത് ഏത് നാട്ടിലാണോ, നമ്മൾ അവിടെ ഉള്ള ഇതായിട്ട് നമ്മൾ സിങ്ക് ആവുക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു പരിപാടി നടക്കുമ്പോ ഒരു ഡ്രസ് ഒന്നും വാങ്ങാൻ കഴിയാത്ത ഒരാൾക്ക് നമ്മൾ മുസ്ലിംസ് ആണോ ക്രിസ്ത്യൻസ് ആണോ നോക്കാതെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നില്ലേ? അത് ആ ആഘോഷങ്ങളോടും ഓലെ ആചാരങ്ങളോടുള്ള ബഹുമാനപൂർവ്വല്ലേ, അല്ലാണ്ട് കാര്യമായിട്ട് ഇതിനെ മാറ്റി നിർത്തപ്പെടുന്നില്ല. ആഘോഷമാണ്, എല്ലാരും പരസ്പരം സ്നേഹം പങ്കിടുന്ന നിമിഷം, അത്രേ ഉള്ളൂ. ഇതുപോലെ പെരുന്നാളിനൊക്കെ ആഘോഷിക്കും. പെരുന്നാളിന് നമ്മള് ഹിന്ദു വീട്ടിലേക്ക് ബിരിയാണി കൊണ്ടു കൊടുക്കുന്നു, അവർക്ക് സന്തോഷം. നമ്മളെ അയൽപ്പക്കങ്ങളിൽ എല്ലായിടത്തും നമ്മള് ഉണ്ടാക്കിയ രസം ഉണ്ടോല്ലേ അറിയില്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നില്ലേ? പായസാണ്. ഇപ്പൊ അവർ നമ്മളെ പരിപാടിക്ക് വിളിക്കുന്നില്ലേ? എല്ലാ പരിപാടികൾക്കും എല്ലാവർക്കും തുല്യ അവകാശമാണ്. ജെൻസികളുടെ ഇന്ത്യയും കേരളവുമാണ്. അങ്ങനെ എന്നല്ല, എല്ലാവരുടേതാണ്. എന്നാൽ ജെൻസികള് അതിനെതിരെ എന്താ പറയാ, അനീതിക്കെതിരെ ശബ്ദം ഉയർത്താൻ മടി കാണിക്കാതെ മുന്നോട്ട് വരുന്ന ഒരു നാട്ടിലുള്ളവർ പറഞ്ഞ പോലെ ജെൻസിയർ അങ്ങനെയാണ്. ജെൻസികൾ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടേക്കണേ, ഭയങ്കര അഹങ്കാരികളാണെന്നല്ല. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാ, അവനവന്റെ മനസ്സിൽ എന്താണോ അതിന് പുറത്ത് ആളുകൾ എന്ത് കരുതുമെന്ന് വിചാരിക്കാതെ മുന്നോട്ട് നടക്കാനുള്ള ഒരു ധൈര്യം ജെൻസികൾ. സ്വന്തം അവകാശം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു പറയും എന്താ അഹങ്കാരികളായി എന്ന് പറയും. അവകാശം പറഞ്ഞ അഹങ്കാരികളായി. സീറ്റ് കൊടുത്ത് ബസ്സിന് സീറ്റ് ചോദിച്ചാൽ ഒരു പറയുമ്പോൾ സീറ്റ് കുട്ടികളാണ് സീറ്റ് തരില്ല. ഒരു ഓണ പരിപാടി, ഒരു ക്രിസ്മസ് പരിപാടിക്ക് സ്കൂളിൽ കളർ ഡ്രസ് ഇട്ട് വന്നാൽ നമ്മൾ ഫുൾ ടിക്കറ്റ് കൊടുക്കണം, അത് ശരിയല്ലേ? പക്ഷെ ശരിക്കും നിയമപരമായിട്ട് 1-2 രൂപ മാത്രമല്ലേ എസ് ടി കൊടുക്കേണ്ടുള്ളൂ. എല്ലാ ദിവസവും 5 രൂപ നമ്മളെ അടുത്ത് മേടിക്കുന്നുണ്ട്. നേരം വൈകുന്നതിനനുസരിച്ച് 6 മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ നമ്മൾ 10 രൂപ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത്രയും പൈസ പോലെ എല്ലാ ദിവസവും നമ്മുടെ അടുത്ത് നിന്ന് എക്സ്ട്രാ ഈടാക്കുമ്പോൾ ഇങ്ങനത്തെ ആഘോഷ പരിപാടി നമ്മൾ യൂണിഫോം ഇട്ട് വരുമ്പോൾ നമുക്ക് ശരിക്കും എസ് ടി തന്നെ തരണ്ടേ? അതല്ലേ അതിന്റെ ഒരു മാന്യത.